നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ വാദം പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് പിൻവലിക്കില്ല എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. CAA കാര്യത്തിൽ BJP എന്ന് പറയപ്പെടുന്ന സർക്കാരും BJPയുടെ സർക്കാർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുകൂടിയുള്ള സൂചന തന്നെയാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ പൗരന്മാരുടെ അവകാശം അത് ഉറപ്പുവരുത്തുന്നതാണ് CAA എന്നും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ മുന്നണി നേതാക്കൾ അടക്കമുള്ളവർ അധികാരത്തിൽ എത്തില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എന്ന് കൂടി ഷാ പറയുകയാണ്. ഇനി നരേന്ദ്രമോദി സർക്കാരാണ് ഈ CAA എന്ന് പറയപ്പെടുന്നത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പിൻവലിക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല എന്ന് കൂടി പറയട്ടെ. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ തയ്യാറല്ല എന്നുകൂടി അറിയിക്കുകയാണ്. മാത്രമല്ല CAA എന്ന് പറയപ്പെടുന്ന ഒരിക്കലും പിൻവലിക്കുകയില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വളരെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് CAA കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. വിവാദപരമായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയപ്പെടുന്നത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള BJPയുടെ വല്ലാത്ത ഒരു തീരുമാനം, അതിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ പാർട്ടികൾ അടക്കമുള്ള വലിയ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിയമം റദ്ദാക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ അതിനു വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള സാധ്യത ഇല്ല എന്നും അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്താൻ കഴിയില്ല എന്നുകൂടി അമിത്ഷാ പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും എന്ന് തന്നെയാണ് ഷാ പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയപ്പെടുന്നത് കൊണ്ടുവന്നത് BJPയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് റദ്ദാക്കുക എന്ന് പറയപ്പെടുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇടമില്ലാത്ത വിധം അതിനുവേണ്ടി തങ്ങൾ രാജ്യമാകെ നിയമത്തെക്കുറിച്ച് വലിയ ബോധവൽക്കരണം നടത്തും. അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള കരുത്തും കഴിവും പാർട്ടിക്കുണ്ട്, സർക്കാരിനുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യും. വിവാദപരമായിട്ടുള്ള നിയമത്തിലൂടെ BJP പുതിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയാണ് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുകയല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്രതിപക്ഷത്തിന് വേറെ പണിയൊന്നുമില്ല. ഒന്നും പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രതിപക്ഷമെന്ന് പറയപ്പെടുന്നത്. ചരിത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും ചരിത്രമെന്ന് പറയപ്പെടുന്നത് അത് വേറെയാണ് എന്നും BJPയോ പ്രധാനമന്ത്രിയോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പറഞ്ഞാൽ അത് കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണ് എന്നുള്ളതാണ് വസ്തുത. മോദി നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടുക തന്നെ ചെയ്യും. അത് പാലിക്കപ്പെടുന്നതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം വരുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് BJP പൗരത്വ ഭേദഗതി നിയമത്തെ ഉപയോഗിക്കുകയാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട് പല തലത്തിൽ നിന്നും. കാരണം സർജിക്കൽ സ്ട്രൈക്കുകൾ, വ്യോമാക്രമണങ്ങളിലുമൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടമുണ്ട് എന്ന് പ്രതിപക്ഷം പലവട്ടം പറയുകയും അങ്ങനെ പറയുന്ന തരത്തിൽ അതൊക്കെ പറയുന്നു എന്ന് കരുതി തങ്ങൾക്ക് തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യവും. ആ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ മാത്രം മതിയാകും മറ്റുള്ളവർ. CAA എന്തുകൊണ്ട് നടപ്പാക്കുന്നു എന്നും ആ തീരുമാനത്തിന് വലിയ ഉദ്ദേശം എന്തെന്നും BJP നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. BJPയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുമുള്ള പ്രതിബദ്ധത പാർട്ടി 2019 പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിപ്പോൾ നടപ്പിലാക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അതേസമയം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധം, ആ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമാക്കുകയാണ്. കേരളവും തമിഴ്നാടും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ CAA നടപ്പാക്കില്ല എന്ന ഒരു നിലപാടാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം പാർലമെൻറ്റ് നിർമ്മിച്ച നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. നിയമ ഭേദഗതിയിലെ മൗലികാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയെ സമീപിക്കുന്നത് പോലുള്ള നിയമപരമായിട്ടുള്ള വഴികൾ തേടുക മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് മുന്നിലെ ആകെയുള്ള ഒരു വഴിയെന്ന് പറയപ്പെടുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഈ നിയമം നടപ്പാക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പക്ഷേ രാജ്യത്തിനൊട്ടാകെ ആവശ്യമായത് എന്നുള്ള തരത്തിലാണ്
കേന്ദ്ര നിയമം നിർമ്മിക്കുന്നത് എന്നുള്ളതിരിക്കെ അത് നടപ്പാക്കുവാനുള്ള നിർദ്ദേശം നൽകുക എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് നൽകുവാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് ഭരണഘടനയുടെ 256 ഒന്നാം അനുച്ഛേദം അത് നൽകുന്നുമുണ്ട്. ഇത് പാലിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിന് സ്വന്തം നിർവഹണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാം എന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. അതുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാതെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികളുമായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ മുന്നോട്ട് പോവുകയാണെങ്കിലും കൂച്ചുവിലങ്ങിടുക തന്നെ ചെയ്യുമെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. അതുകൊണ്ട് പിണറായിയെ കുരുക്കുവാനുള്ള എല്ലാ വഴികളും കേന്ദ്ര സർക്കാരും സ്വീകരിക്കും. ആവശ്യമില്ലാതെ ജനങ്ങളെ കബളിപ്പിച്ച് പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നൊക്കെ വീരവാദം വേണമെങ്കിൽ പിണറായി വിജയന് നടത്താം. പക്ഷേ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് വിജ്ഞാപനമിറക്കിയ ഒരു നിയമത്തെ സംസ്ഥാനങ്ങളെല്ലാം തന്നെ അത് സ്വീകരിക്കേണ്ടതുണ്ട്, നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നിയമപരമായിട്ട് അറിയാവുന്ന പിണറായി വിജയൻ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, എല്ലാ സംസ്ഥാനങ്ങളും അതനുസരിക്കുക തന്നെ വേണം, ആ നിർദ്ദേശം പാലിക്കുക തന്നെ വേണം, ആ നിയമം നടപ്പിലാക്കുക തന്നെ വേണം. അവിടെ ഒരു മുഖ്യമന്ത്രിയും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പിണറായി അല്ല, ഇനി ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഈ നിയമം നടപ്പിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് കൂച്ചുവിലങ്ങിടുകയാണ് കേന്ദ്ര സർക്കാർ പിണറായിക്കെതിരെ.